ബെഡ് കാണാനായിട്ട് അതിരാവിലെ ആനപ്പാറയുടെ മേളിലേക്ക് വന്ന കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ക്ലൗഡ് ബെഡ് പോയിട്ടൊരു പുക പോലും ഇല്ല. അപ്പം ഞാനെന്തേ നമ്മുടെ റോമി ബ്രോയും ഉണ്ട്. പക്ഷേ അടിപൊളിയാട്ടോ വ്യൂ. ആ ഒരു നമ്മൾ ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയൊരു കിഡിലൻ സ്പോട്ടാട്ടോ. പക്ഷെ അതുള്ളപ്പോൾ നമുക്ക് ആ ഒരു മേഘം ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ആ ഒരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് 360 വ്യൂ നമുക്ക് ആ ഏരിയ മൊത്തം കാണാം. അടിപൊളിയാണ്. ഇവിടെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ആനപ്പാറ. ആനയുടെ ഒരു ഷേപ്പുള്ള പാറ ഇതുണ്ടത് അവിടെ ആ കാണുന്ന അവിടെ ഒരു അങ്ങ് ദൂരത്തൊരു പാറയുണ്ട് കേട്ടോ. ഏകദേശം ഒരു ആന തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഷേപ്പിലാണ്. അപ്പോൾ അതായിരിക്കും മിക്കവാറും ആനപ്പാറ എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകാനുള്ള ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ MTV ആയിട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ഓഫ് റോഡ് ചെയ്യാനുള്ള കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഈ റോക്കി സെക്ഷൻ ഉണ്ട്. കയറി വന്ന ഏരിയ എന്ന് വെച്ചാൽ നല്ല ഒത്തിരി സ്പോട്ട് നമുക്ക് ആ താഴെ വരെ ചെല്ലാനായിട്ട് കുറേ ലെങ്ത് ഉണ്ട്. അപ്പം ആ ഒരു രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ കയറി വന്നിട്ട്. നമുക്ക് ഈ ഒരു പാറയുടെ മേളിൽ കയറിയിട്ടുള്ള അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അതായത് ചുറ്റിനും നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട്. ഇങ്ങനെ 360 വ്യൂവിൽ കിടക്കട്ടെ. അടിപൊളിയാണ്. നല്ല കാറ്റ് അവിടെ വെക്കാനായിട്ട് അല്ലേ ബ്രോ? നല്ല പറപ്പിച്ചുകൊണ്ട് പോകണ കാറ്റല്ലേ. അടിപൊളി സ്പോട്ട്. അപ്പോൾ അത് ഞങ്ങൾ മേളിലേക്ക് കയറി കേട്ടോ. ഈ ഒരു പാറയുടെ മേളിലാട്ടോ നിൽക്കണം. ഇങ്ങനത്തെ കുറേ പാറയുണ്ടേ, ഉരുണ്ടിരിക്കും കേട്ടോ. ഓ ഇവിടെ നല്ല വ്യൂ. കാറ്റ് പ്ലസ് അത് തന്നെ എന്നാ കാറ്റല്ലേ. അടിപൊളി. അങ്ങ് ദൂരെ നമുക്ക് കുറച്ച് മഞ്ഞ് ഇങ്ങനെ കാണാം കേട്ടോ. ഏതൊക്കെ സ്ഥലം അത് കറക്റ്റ് അറിയില്ല. പാടമൊക്കെ കണ്ടോ? ഓ അടിപൊളിയാണ്. പച്ചപ്പ് സൂപ്പർ സ്ഥലം കേട്ടോ. അപ്പോൾ ഈ സ്ഥലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം മഴയുണ്ടല്ലോ അല്ലേ ബ്രോ? അങ്ങനെയല്ലേ? മഴ പെയ്താൽ പിറ്റേ ദിവസം നമുക്ക് നല്ല രീതിയിൽ ക്ലൗഡ് ബെഡ് ഇതിൻ്റെ ഒരു ചുറ്റിനും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ മഴയിലും പെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ധൈര്യമായിട്ട് പോരാ. അടിപൊളിയായിരിക്കും ഇവിടുന്ന്. പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് ഇപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് നല്ല രീതിയിൽ നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അടിപൊളിയാണ്. വെയിലൊന്നുമില്ല, നല്ല കാറ്റുമുണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ. തൊടുപുഴയിൽ നിന്ന് കുന്നം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുന്നം ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താണ് പോരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാറയുടെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഹൈക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അത് വെയിൽ വന്നു കേട്ടോ. അതിൽ നല്ല കാറ്റും തണുപ്പൊക്കെയാണ്. ഇതിൽ നമുക്കൊന്ന് ഇറങ്ങി പോകാനുള്ള വഴി ഉണ്ടോ എന്ന് നോക്കട്ടെ. പോകാൻ തോന്നണല്ലേ. രണ്ട് ഈ സൈഡാ. അതിൽ ചെറിയ നടപ്പാത പോലെ കാണുന്നുണ്ട്. ഇത് കണ്ടോ? ആൾക്കാർ നടന്നൊരു അതിൽ തന്നെ പോകാം. ഇത് വഴിയാ ബ്രോ. ഇത് കണ്ടോ? അപ്പോൾ അത് ചെറിയൊരു നടവഴിയുണ്ട് കേട്ടോ. ആ പാറയുടെ മേളിൽ വരെ ചെല്ലാനായിട്ട് നമ്മൾ ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ആനപ്പാറ. ഇതിൻ്റെ മേളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ കപ്പിലാവിൻ്റെ മേലെ കൂടെ പടച്ച് കയറണം. വേറെ വഴിയില്ല. ഇവിടെ കയറൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കി, കയറെ തൂങ്ങിക്കയറാനായിട്ട്. ഒരു കൈ നോക്കിയാലോ. നേരത്തെ കയറി പരിചയമുണ്ടോ? എനിക്ക് കയറാൻ അറിയാം, തിരിച്ചിറങ്ങാൻ അറിയില്ല. ഇവിടെ അല്ല ഇതിലെ കയറുന്ന കാര്യം പറഞ്ഞ ചേട്ടൻ പറഞ്ഞത്. ഈ കയറേ കൂടെ തൂങ്ങി കയറാൻ പറ്റും. പക്ഷേ ഇതല്ല കയറ് പഴകിയ കയറ പോലെ ഇരിക്കണേ. ഇത് മേളിലൊക്കെ കെട്ടിയേക്കണ നോക്കിയാൽ പഴക്കം പോലെ വന്നല്ലേ. അപ്പോൾ ഞങ്ങൾ റബ്ബറിൻ്റെ ഒരു കമ്പ് ഇവിടെ കൊണ്ട് ചാരി കേട്ടോ. ഇത് ചവിട്ടി മേളിലേക്ക് കയറാനാണ്. ഓക്കെ കയറിക്കോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് കയറിക്കോ. അടിപൊളി. നോക്കണേ. ചോട്ടിക്കോ. നോക്കി. ഓക്കെ. എൻ്റെ പൊന്നെ. ഇനി അങ്ങോട്ട് എങ്ങനെയുണ്ട്? പതുക്കെ കയറിയാൽ മതി. കയറാവോ? പക്ഷേ ഇറക്കാൻ പാടായിരിക്കും. അതാ എനിക്കും തോന്നി. അത് നമ്മളെങ്ങനെയും കയറി ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇതായിട്ട് സ്റ്റീപ്പായിട്ട് തോന്നും. ചവിട്ടാൻ കറക്റ്റ് കിട്ടിയില്ലേ? ബ്രോ കമ്പേ പിടിച്ചോ. ഇറങ്ങി പോയാൽ പിടിച്ചോളാം.
അപ്പോൾ ആ ഒരു പാറയുടെ മേളിൽ കയറാനുള്ള ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് കയറാൻ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഡൗൺ ഹിൽ അടിക്കാൻ പോകട്ടെ. അപ്പോൾ നമ്മുടെ MTB ക്രാഡിയൊക്കെ വെച്ചിട്ടുള്ള ലാസ്റ്റ് ഓഫ് റോഡ് വീഡിയോ ആണ്. നമ്മളിന്ന് ബൈക്ക് കൊണ്ട് കൊടുക്കാൻ പോകട്ടോ. അപ്പം ഒരു മാസത്തിൽ അല്ലേ, ഒരു മാസം കൂടുതലായി. അപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കൊടുക്കണതിൽ. ഇത്രയും നാളും കൈ വെച്ച് കുറേ വീഡിയോസൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഓക്കെ, പാറ കഴിയാറായിട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ പെഡലടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുത്തനെ ഒരു ഇറക്കം. ഓക്കെ ഓക്കെ, അപ്പോൾ അത് നൈസ് ഏരിയ. നമ്മൾ വെറൈറ്റി ഇത്രയും ദിവസം ചെയ്തേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോരോ സ്പോട്ടും വ്യത്യസ്തമായ ടെറൈൻസ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബൈക്കിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എന്നെ കാണിക്കാനാണ്. വീടിൻ്റെ വീട്ടിലേക്കാണല്ലോ. നൈസ് കട്ടിങ്. വീണ്ടും റോക്ക് സെക്ഷനാണ്. നൈസ്, ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി. റോമിപുറം തൊട്ട് പുറയാണ് കേട്ടോ. അവിടെ വലിയൊരു ജമ്പിങ്. പെഡലടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കി ഇറങ്ങിയാൽ മതി ജമ്പ്. അതെ അതെ അതെ, നോക്കി വന്നാൽ മതി. നമ്മൾ എത്താറായി, കുറച്ചൊരു ദൂരേ ഉള്ളൂ. ഇത് എടുത്തിറക്കണ്ട കേട്ടോ, നല്ല കുഴിയാണ്, നല്ല കട്ടിങ് കേട്ടോ. ഇത് പക്ക ജമ്പിങ്. ഒന്നും കുഴപ്പമില്ല, ഇനി ഓക്കെയാ. മിഷൻ കണ്ടിന്യൂ. അയ്യോ, അപ്പോൾ യെസ്, ഫിനിഷ്. Yes, done it. അവിടെ നേരെ ജമ്പ് ഒരു രക്ഷയില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പൊളിയല്ലേ? അതെ അതെ, ഓട്ടോ കിടപ്പണല്ലോ രാവിലെ വന്നപ്പോൾ ഇവിടെ. നേരെ ഇടിച്ചങ്ങ് നിന്നേടെ. അടിപൊളി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് ഇന്നത്തെ. ഇനി നേരെ എറണാകുളം വെച്ച് പിടിക്കുക കേട്ടോ.